ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ. എൻ്റെ ഓൾമോസ്റ്റ് വീഡിയോസ് എല്ലാം ഞാൻ ട്രാവൽ വീഡിയോ ആണ് ഇടുന്നത്. വളരെ ചുരുക്കം മാത്രമാണ് പേഴ്സണൽ ലൈഫിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. യാത്രകളും മറ്റു കാര്യങ്ങളുമാണ് കൂടുതലും ആഡ് ചെയ്യാത്തുള്ളത്. അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും കാണിക്കാറുള്ളത്. അപ്പം എൻ്റെ യാത്രകളുടെ ബ്ലോഗിലെ അടുത്ത ബ്ലോഗ് മൂന്നാറിലേക്കാണ്. അപ്പം ഞാനും ചേട്ടായും അനന്തവും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ കുറേ നാളത്തെ പ്ലാനിങ്ങൾക്ക് ശേഷമാണ് മൂന്നാർ ട്രിപ്പ് ഓണായിരിക്കുന്നത്. ഞങ്ങൾ മൂന്നാർ ട്രിപ്പിന് ഇറങ്ങിയിട്ടാണ്. ബട്ട് മഴയാണ്, നല്ല മഴയുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് മഴ കിട്ടിയത്. മഴ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ചേട്ടായിക്ക് എന്തെങ്കിലും പറയണ്ടോ? അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. ഞങ്ങളെപ്പോലെ മഴയത്ത് മൂന്നാർ ട്രിപ്പിന് പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലെ ആരെങ്കിലുമൊക്കെ മഴയത്ത് മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായക്ക് ഓർഡർ കൊടുത്തിട്ട് അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ ചായ വന്നു. അപ്പം ഞാനും അമ്മവും കൂടെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അമ്മ എന്താണ് പുറംതിരിഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം പുള്ളിക്കാരത്തേക്ക് യൂട്യൂബ് ചാനലിൽ മുഖം കാണിക്കാൻ മടിയാണ്. ഓൾറെഡി ആൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ സ്വന്തം ചാനലിൽ സ്വന്തം കല്യാണത്തിൻ്റെ ടൈമിൽ എങ്ങാണ്ട് മുഖം റിവീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ വരാത്തത്. അനിയത്തെ പോലെ തന്നെയാണ് ചേട്ടനും മുഖം കാണിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞങ്ങളിത് നേരിമംഗലം പാലം കയറുകയാണ്. അങ്ങനെ മൂന്നാറിൻ്റെ കവാടത്തിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്പോട്ടിൽ വന്നേക്കാണ്. ഈ സ്പോട്ടിന്റെ പേരെന്താണ്? എന്തു പറയൂ? കൊണ്ടുപോകുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും ഇങ്ങനെയാണ്. രണ്ടുപേർക്കും ഫേസ് കാണിക്കാൻ മടിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ചീയപ്പാറയാണ് കേട്ടോ. ഒരു തവണ ഞങ്ങൾ ഇടുക്കിയിലൊക്കെ പോയ ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഞാൻ എൻ്റെ ഓൾറെഡി ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അന്തരീക്ഷമായിരുന്നു, ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചീയപ്പാറയിലെ വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഓൾറെഡി ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കൂടുതലും വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മ ആനന്ദമൊക്കെ ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഈ പോക്കൊരു അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ, വലുത് തൊട്ട് ചെറുത് വരെ. അങ്ങനെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അങ്ങനെ അതുങ്ങളുടെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. രസമുണ്ടായിരുന്നു ഓരോന്ന് കാണിക്കുന്നതൊക്കെ കാണാനായിട്ട്. ഇതിപ്പോൾ ആ ഓട്ടോയിൽ നിന്ന് ജീപ്പിൽ നിന്ന് എങ്ങാണ്ട് പോയി പഴം എടുത്തുകൊണ്ട് വന്ന് ഉരിഞ്ഞ് തിന്നുന്ന സീനാണ്. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് കാറിനുള്ളിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ ബാക്കിലിരുന്നു, അനന്തുവിനെ കയറ്റി ഫ്രണ്ടിലിരുത്തി. വേറൊന്നുമല്ല, അവർക്കാണ് റൂട്ട് അറിയാവുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടായിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം എന്തായാലും തെറ്റും. ഗൂഗിൾ മാപ്പ് നോക്കി മിക്കവാറും തെറ്റാറാണ് പതിവ്. അതുകൊണ്ട് അനന്തു ഫ്രണ്ടിൽ ഇരുന്നോട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടിനും പുറകിലിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി വൈബടിച്ചാണ് പോകുന്നത്. എന്തായാലും പോക്ക് അടിപൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളോട് ചേച്ചി അളിയനൊക്കെ വരാനിരുന്നതാണ്. അപ്പോൾ അവർക്ക് സാഹചര്യം കൊണ്ട് വരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളിത് ഇപ്പം മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മൂന്നാർ ടൗൺ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ്. മുന്നോട്ട് വണ്ടി മൂവ് ചെയ്യും തോറും പ്രകൃതിയുടെ സൗന്ദര്യം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ മൂന്നാർ. എനിക്ക് സത്യം പറഞ്ഞ് ഈ മഴയുള്ള ടൈമിലൊക്കെ പോകാൻ ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും എനിക്ക് ബൈക്കിന് പോകാനാണ് ഒന്നുകൂടെ ഇഷ്ടം. പക്ഷേ നമ്മുടെ ബൈക്ക് അത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കാർ എടുത്തു. പിന്നെ ഞങ്ങൾ ഇത്രയും പേരും കൂടെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാറ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ കാറിന് പോകാൻ ഒരുങ്ങിയത്. അങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ തേയിലത്തോട്ടമാണ്. ഞാൻ ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ടും ഞാൻ മൂന്നാർ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടത് തേയില ഫാക്ടറിയാണ്. ഇത് നമ്മൾ മാട്ടിപ്പെട്ടി ഡാമാണ് കേട്ടോ. ഇവിടെ വെള്ളം വളരെ കുറവാണ്. ഇവിടെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾക്ക് കാണാനില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ കുടയൊക്കെ ചൂടി കുറച്ച് നേരമൊക്കെ നിന്ന് മാട്ടിപ്പെട്ടി ഡാമിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഡാമിലാണ് കേട്ടോ. ഇവിടെ ഡാം അപ്പം നല്ല മഴയുണ്ടായിരുന്നു. ആർക്കും വലിയ മഴയൊന്നും വലിയ പ്രശ്നമൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ട്രിപ്പ് വരുമ്പോൾ ആർക്കൊന്നും മഴയൊന്നും പ്രശ്നമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബ്ലോക്ക് ഒഴിഞ്ഞതും ബ്ലോക്ക് ഉള്ള ടൈമിലുള്ള വീഡിയോ ആണ്. അപ്പം ചേട്ടായി അനന്തവും കാർ എടുക്കാൻ പോയ ടൈമിൽ നിന്ന് ഞങ്ങളവിടെ നിന്നപ്പോൾ എടുത്താണ് കേട്ടോ. അപ്പോൾ കാറിനകത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ പശുക്കുട്ടികൾ വന്നത്. അപ്പോൾ അവരുടെ വീഡിയോ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ എടുത്ത് അവിടെ നിന്ന്
അങ്ങനെ മുന്നോട്ട് നീങ്ങും തോറും നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ഇതൊരു നല്ല അടിപൊളി വഴിയാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ തിരുതര മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് നേരം ഇറങ്ങും, പിന്നെ ഇറങ്ങും, പിന്നെയും കയറും, അങ്ങനെയായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പുൽമേടുകളാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. മൂന്നാർ ഇത്രയും ബ്യൂട്ടിയുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ പോയതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പം ഇത് ഡാമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഡാമാണെന്ന് ചേട്ടായി പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു ഡാമാന്നുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡാമിൽ വെള്ളമില്ലാതെ കാണുന്നത്. അപ്പോൾ ചേട്ടായൊക്കെ പണ്ട് മൂന്നാർ ടൂറ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാമിൽ വെള്ളമില്ലാതെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് വരുന്നത്. വെള്ളമില്ലാതെ കാണുന്നത്. ഇവിടെ എപ്പോഴും വെള്ളമുണ്ട്. ഇപ്പം ഇപ്രാവശ്യം വന്നപ്പോഴത്തേന് ജൂൺ തുടങ്ങിയതല്ലോ. ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കിന് എന്തായാലും വെള്ളമില്ല. ആദ്യമായിട്ടാണ് ഇവരിങ്ങനെ കാണുന്നത്. ഞാനും അമ്മും പിന്നെ ആദ്യമായിട്ടാണ് ഈ കാഴ്ച തന്നെ. അതെ, മൂന്നാർ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാഴ്ച ആദ്യമായിട്ടാണ്. ഇതിലെ കൂടെ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. താഴോട്ട് ഇറങ്ങണ്ട, മഴയല്ലേ, അതാണ്. നല്ല മഴയാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഈ ക്ലൈമറ്റ് ഇഷ്ടമാണ് ഇങ്ങനെ വരാനൊക്കെ. ഞങ്ങൾക്ക് ഒരു കൊടയേ ഉള്ളൂ, 4 പേരുമാണ് ഞങ്ങള്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. കോട ഇറങ്ങുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോട ഓടി ഓടി നടക്കുന്നുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് കുറേ പുൽമേടുകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പുൽമേട്ടിൽ നിന്ന് പശു മേയുന്നതാണ് അതൊക്കെ നമ്മളവിടെ നിന്ന് കാണുന്നത്. ദൂരെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ പിന്നെയും പോകാൻ തുടങ്ങി. നല്ല ഭംഗിയാണ്. മഴയും പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ മഴയൊക്കെ ഉള്ള ക്ലൈമറ്റ്. ഇങ്ങനെ മഞ്ഞും മഴയും ഒക്കെ ഉള്ളതായിട്ട് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാനാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. കുറച്ചൊക്കെ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ചെളി ഉള്ളിടത്തൊന്നും ഇറങ്ങാൻ വലിയ താല്പര്യമില്ല. മഴ നനഞ്ഞാലും കുഴപ്പമില്ല, ചെളി വരരുത് എന്നുള്ളൊരാളാണ് ഞാൻ. അങ്ങനെ ഞങ്ങളിതേ ഓരോ സ്ഥലങ്ങളും ഇറങ്ങി നിന്ന് കണ്ടാണ് പോകുന്നത്. കാറിന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ ബ്ലോക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതെന്താണ് ബ്ലോക്ക് എന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ കടന്നു. അപ്പം ഒരു ആക്സിഡൻറ്റ് നടന്നതാണ്. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ പയ്യാണ് പോയത് കേട്ടോ. ഇത് കണ്ടോ, ഒരു മെത്ത വിരിച്ചിട്ട പോലെയല്ലേ നമ്മുടെ തേയിലത്തോട്ടം കിടക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം ഇവിടെ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല, ഇനി ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ വരുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് ബ്ലോക്കിൽ കിടക്കണം. ബ്ലോക്കല്ല, ശരിക്കും ഒരു ആക്സിഡൻറ്റ് നടന്നേക്കുവാണ്. വണ്ടി കയറി എങ്ങ് പോകണം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകാൻ കഴിയത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വഴിയെ വീഡിയോസ് ഒക്കെ കാണാം.